ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം എങ്ങനെയാണ് നോക്കാന്നുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് ലീനിയർ ഓർ നോട്ട്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. dy ബൈ ഡി ടി പ്ലസ് 3ty ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എക്സ് ഓഫ് ടി നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു x1 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള ഔട്ട്പുട്ട് നമ്മൾ y1 ഓഫ് ടി എന്നവിടെ എഴുതാം. നമ്മൾ അത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ y ഉള്ളിടത്തൊക്കെ y1 ആവും ആൻഡ് എക്സ് ഓഫ് ടി ഉള്ളിടത്തൊക്കെ x1 ഓഫ് ടി ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയാവും ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരാം? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി y1 ബൈ ഡി ടി പ്ലസ് 3ty1 ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ. ഇവിടെ എക്സിന് പകരം x1 ഓഫ് ടി എന്ന് നമ്മളവിടെ എഴുതി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഈ x2 ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് നമ്മളവിടെ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് നമ്മൾ y2 ഓഫ് ടി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഉള്ളിടത്ത് x2 ഓഫ് ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഔട്ട്പുട്ട് ഉണ്ടല്ലോ y ഓഫ് ടി, അതിന് നമുക്ക് y2 ഓഫ് ടി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ x2 ഓഫ് ടി ആൻഡ് y2 ഓഫ് ടി നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? dy ബൈ ഡി ടി അല്ലേ, അവിടെ dy2 ബൈ ഡി ടി എന്ന് നമുക്ക് അവിടെ വരും. പ്ലസ് 3t ഇവിടെ y ഓഫ് ടിക്ക് പകരം y2 ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു x2 ഓഫ് ടി നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടിയ ആ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളവിടെ a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക LHSലും RHSലും. അപ്പോൾ നമുക്കവിടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? a dy1 ബൈ ഡി ടി പ്ലസ് 3aty1 ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ടി സ്ക്വയർ x1 ഓഫ് ടി നമുക്കവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയെടുക്കാം. അതായത് dy2 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 3ty2 ഓഫ് ടി ഇസ് ടി സ്ക്വയർ x2 ഓഫ് ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ ആയിരുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ b വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കോൺസ്റ്റന്റ് b വെച്ചിട്ട്. അപ്പോൾ അവിടെ b ഇൻറ്റു dy2 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 3bt ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇവിടെ b ടി സ്ക്വയർ x2 ഓഫ് ടി നമുക്കവിടെ വരും. നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് കിട്ടിയത്. ഇനി നമ്മളോട് ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ LHSകൾ തമ്മിൽ ആഡ് ചെയ്യാം, അതുപോലെ RHSകൾ തമ്മിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വരും a dy1 ബൈ ഡി ടി പ്ലസ് 3aty1 ഓഫ് ടി പ്ലസ് b dy2 ബൈ ഡി ടി പ്ലസ് 3bty2 ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ a ടി സ്ക്വയർ x1 ഓഫ് ടി പ്ലസ് b ടി സ്ക്വയർ x2 ഓഫ് ടി എന്ന് നമുക്കവിടെ വരും. അപ്പോൾ നമുക്കിവിടെ ഡെറിവേറ്റീവ് വരുന്ന ടേം ഏതൊക്കെയാണ്? ഇവിടെ dy1 ബൈ ഡി ടിയും അതുപോലെ ഇവിടെ b dy2 ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ d ബൈ ഡി ടി ഓഫ് നമ്മൾ ഒരു ഒറ്റ ഈ രണ്ട് ടേമിനും കൂടിയിട്ട് ഒരു ഡെറിവേറ്റീവ് ടേം ആയിട്ട് എഴുതി. അപ്പോൾ d ബൈ ഡി ടി ഓഫ് ഇവിടെ എന്താ ay1 പ്ലസ് by2 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് ay1 ഓഫ് ടി പ്ലസ് by2 ഓഫ് ടി എന്ന് പറഞ്ഞിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ടേം ഈ രണ്ട് ടേമാണ് y1 ഓഫ് ടി ആൻഡ് y2 ഓഫ് ടി വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 3t ആണ് രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ 3t നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബാക്കി വരുന്ന ടേം ay1 ഓഫ് ടി പ്ലസ് by2 ഓഫ് ടി നമ്മളവിടെ എഴുതി ഈ രണ്ട് ടേമിൽ നിന്നിട്ട്. അതേപോലെ തന്നെ ഇവിടെയും അതെ, ഇവിടെ നമ്മൾ എന്താണ് ടി സ്ക്വയർ ആണ് കോമൺ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള ടേം വരുമ്പോൾ ടി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ടി സ്ക്വയർ ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് x2 ഓഫ് ടി നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള dy1 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 3ty1 ഓഫ് ടി പ്ലസ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ x1 ഓഫ് ടി എന്നാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ d ബൈ ഡി ടി ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ 3t ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ടി സ്ക്വയർ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിലുള്ള പോലെ. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയാം. കാരണം y1നെ a വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് y2നെ b വെച്ചിട്ട്. അപ്പോൾ അതിന് നമ്മുടെ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ay1 ഓഫ് ടി പ്ലസ് by2 ഓഫ് ടി ഇത് നമുക്കിവിടെ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയാം. അത് നമുക്ക് ഇൻപുട്ടിൽ എങ്ങനെയാണ് വരുന്നത്? ax1 ഓഫ് ടി പ്ലസ് bx2 ഓഫ് ടി ഇതാണ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ ഇൻപുട്ടിനെ വെയ്റ്റഡ് സം കൊടുത്തപ്പോൾ അവിടെ അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലും വെയ്റ്റഡ് സം ആയിട്ട് നമുക്ക് അവിടെ കിട്ടി, കറസ്പോണ്ടിങ് ടു ഈച്ച് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? സിസ്റ്റം ഈസ് ലീനിയർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ d by dt of y of t
പ്ലസ് 2y ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഓഫ് ടി. നമുക്ക് ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഇൻപുട്ട് x1 ഓഫ് ടി എന്ന് കൊടുക്കുക. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് നമ്മളോട് y1 ഓഫ് ടി എന്ന് നമ്മളോട് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് വരും? d/dt ഓഫ് y1 ഓഫ് ടി പ്ലസ് 2y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ ഓഫ് ടി നമ്മളവിടെ കൊടുത്തു. അതായത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ എന്താ y ഓഫ് ടിക്ക് പകരം y1 ഓഫ് ടി കൊടുത്തു ആൻഡ് x ഓഫ് ടിക്ക് പകരം x1 ഓഫ് ടി നമ്മളോട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു അബോവ് ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ മൊത്തം a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ഡി y1 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 2 ഇൻറ്റു a y1 ഓഫ് ടി ഇസ് ഈക്വൽ ടു a ഇൻറ്റു x1 സ്ക്വയർ ഓഫ് ടി നമുക്കവിടെ വരും. ഇനി നമ്മൾ രണ്ടാമത്തെ ആ ഇൻപുട്ട് x2 ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് നമ്മളവിടെ y2 ഓഫ് ടി എന്നവിടെ കൊടുത്തു. നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ y-ക്ക് പകരം y2 ഓഫ് ടി ആൻഡ് എക്സിന് പകരം x2 ഓഫ് ടി നമ്മളവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? d/dt ഓഫ് y2 ഓഫ് ടി പ്ലസ് 2y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ ഓഫ് ടി നമുക്കവിടെ വരും. ഇനി നമ്മൾ ഒരു ഇക്വേഷനെ മൊത്തം b വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം LHSലും RHSലും. അപ്പോൾ അവിടെ b ഇൻറ്റു d/dt ഓഫ് y2 ഓഫ് ടി പ്ലസ് 2b y2 ഓഫ് ടി ഈസ് ഈക്വൽ ടു b h2 ഓഫ് ടി സ്ക്വയർ നമുക്കവിടെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ LHSകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? a d/dt ഓഫ് y1 ഓഫ് ടി പ്ലസ് 2a y1 ഓഫ് ടി പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ LHS അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ b d/dt ഓഫ് y2 ഓഫ് ടി പ്ലസ് 2b y2 ഓഫ് ടി ഇസ് ഈക്വൽ ടു a ഇൻറ്റു x2 സ്ക്വയർ ഓഫ് ടി പ്ലസ് b ഇൻറ്റു x1 സ്ക്വയർ ഓഫ് ടി നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനാണ് അവിടെ എന്താണ് ഡെറിവേറ്റീവ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? d/dt ഓഫ് a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി എന്ന് എഴുതാം. ആൻഡ് നമ്മൾ രണ്ടാമത്തെ ഈ ഒരു രണ്ട് ടേം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു a h2 സ്ക്വയർ ഓഫ് ടി പ്ലസ് b h1 സ്ക്വയർ ഓഫ് ടി നമുക്ക് അവിടെ വരും. അപ്പോൾ ഈ രണ്ട് ടേം നമുക്ക് എന്താണ് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് ആണെന്ന് പറയാം. കാരണം a y1 ഓഫ് ടി പ്ലസ് b y2 ഓഫ് ടി എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. ബട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് അല്ല. കാരണം ഇവിടെ a x2 സ്ക്വയർ ടി പ്ലസ് b h1 സ്ക്വയർ ടി ആണ് വരുന്നത് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നോൺ ലീനിയർ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ടൈമിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. y ഓഫ് n ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് ഓഫ് n പ്ലസ് ബി. ഇതാണ് നമുക്കവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് നമ്മൾ x1 ഓഫ് n കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് y1 ഓഫ് n നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ y1 ഓഫ് n ഈസ് ഈക്വൽ ടു ഇവിടെ y ഓഫ് n പകരം y1 ഓഫ് n എഴുതി ഈസ് ഈക്വൽ ടു a ഇൻറ്റു x1 ഓഫ് n പ്ലസ് ബി നമുക്ക് അവിടെ വരും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും a വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ a ഇൻറ്റു y1 ഓഫ് n ഈസ് ഈക്വൽ ടു a ഇൻറ്റു a x1 ഓഫ് n പ്ലസ് ബി നമുക്ക് അവിടെ കിട്ടി. ഇനി നമ്മൾ x2 ഓഫ് n എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ട് y2 ഓഫ് n ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഇതേ ഇക്വേഷനിൽ നമ്മളവിടെ y-ക്ക് പകരം y2 ഓഫ് n എഴുതി. സോ y2 ഓഫ് n ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇവിടെ x ഓഫ് n പകരം x2 ഓഫ് n പ്ലസ് ബി നമുക്കവിടെ കിട്ടും. ഇനി നമ്മുടെ രണ്ട് സൈഡിലും കൂടെ സ്മോൾ b വെച്ചിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b ഇൻറ്റു y2 ഓഫ് n ഇസ് ഈക്വൽ ടു b ഇൻറ്റു a x2 ഓഫ് n പ്ലസ് ക്യാപിറ്റൽ ബി നമുക്കവിടെ വരും. നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് അവിടെ കിട്ടിയത്. നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ സം എടുക്കാം. അപ്പോൾ സം എടുക്കുക എന്ന് പറയുമ്പോൾ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഈ a y1 ഓഫ് n പ്ലസ് b y2 ഓഫ് n എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് തമ്മിൽ ആഡ് ചെയ്താൽ മതി വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. സോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a y1 ഓഫ് n പ്ലസ് b y2 ഓഫ് n ഈസ് ഈക്വൽ ടു a ഇൻറ്റു ക്യാപിറ്റൽ a x1 ഓഫ് n പ്ലസ് ക്യാപിറ്റൽ b പ്ലസ് b ഇൻറ്റു ക്യാപിറ്റൽ a x2 ഓഫ് n പ്ലസ് ക്യാപിറ്റൽ ബി നമുക്കവിടെ കിട്ടും. ഇതാണ് വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ എന്ത് ചെയ്യണം? വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് നമ്മളവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഔട്ട്പുട്ടിനെ നമുക്കവിടെ y3 ഓഫ് n നമുക്കവിടെ വിളിക്കാം. ഇതാണ് y3 ഓഫ് n. അപ്പോൾ എങ്ങനെയാണ് വരാം? y3 ഓഫ് n ഇസ് ഈക്വൽ ടു നമുക്ക് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ഇതാണ്. y ഓഫ് n ഇസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് ഓഫ് n പ്ലസ് ബി ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഈ എക്സ് ഓഫ് എൻ ഉണ്ടല്ലോ, അതിന് പകരം നമ്മൾ വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുക്കുക. അതായത് എ ഇൻറ്റു എക്സ് വൺ ഓഫ് എൻ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് എൻ നമ്മളവിടെ കൊടുക്കണം. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഈ വൈക്ക് പകരം നമുക്കിവിടെ y3 ഓഫ് എൻ എഴുതാം. കാരണം അതാണ് ഈ വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. സോ y3 ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഈ എക്സ് ഓഫ് എന്നെ പകരമാണ് നമ്മളവിടെ വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? എ ഇൻറ്റു എക്സ് വൺ ഓഫ് എൻ പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് എൻ വരും. പ്ലസ് നമുക്ക് ഇവിടെ ഇൻപുട്ടിൻ്റെ ടേം ഒന്നും ഇല്ല, അവിടെ എന്താ വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ബി ആണുള്ളത്. ആ ബി നമ്മൾ അതുപോലെ എഴുതി, പ്ലസ് ക്യാപിറ്റൽ ബി. ഇതാണ് y3 ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്താണ്? ഡിഫറെൻ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്, അല്ലേ? സെയിം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് പറയാം? y3 ഓഫ് എൻ നോട്ട് ഈക്വൽ ടു എ y1 ഓഫ് എൻ പ്ലസ് ബി y2 ഓഫ് എൻ. അതായത് വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ട് കൊടുത്തപ്പോൾ നമുക്ക് അവിടെ വെയിറ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് നോൺ ലീനിയർ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു സിസ്റ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ആണോ അതോ നോൺ ലീനിയർ ആണോ നമ്മളവിടെ ചെക്ക് ചെയ്യാം.